ആദത്തോട് ദൈവം ചോദിക്കുന്നു, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നീ കഴിച്ചെന്ന്. ഇവിടെ രണ്ടാമത്തെ ഒരു വലിയ അപകടം കാണുകയാണ്. ആദം അപ്പം സ്വയം നീതീകരിക്കാൻ പോവുകയാണ്. കുറ്റം എൻ്റേതല്ല, നീ എനിക്ക് കൂട്ടായിട്ട് തന്ന ഭാര്യ എന്ന് പറയുകയാണ്. അവിടെ ഒരു സെൽഫ് റൈച്ചസ്നെസ്സിലേക്ക് പോവുകയാണ്. സ്വയം തിരുത്തപ്പെടേണ്ടതിന് പകരം കുറ്റം മറ്റൊരുവനിൽ ചാരാനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ തിരുത്തലുകൾ നടക്കാതെ പോയത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവമേ എൻ്റെ ജീവിതത്തിലെ തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ഒരു മേഖലകൾ ദൈവം ഇടപെടുമ്പോൾ അതിനെ തിരുത്താനുള്ളൊരു കൃപ ദൈവം തരുന്നണമേ. പലപ്പോഴും മനുഷ്യർക്ക് ഈ കർത്താവിൽ വളരാൻ കഴിയാത്തതും ആത്മീയതയിൽ ഉയരാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നതിന് പകരം നീതീകരണത്തിൻ്റെ ലോകത്തേക്ക് പോവുകയാണ്. എന്നാൽ തിരുത്താൻ തയ്യാറാകുന്നവരെ എന്നും അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ആരെല്ലാം തിരുത്താൻ തയ്യാറാകുന്നോ തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നവരെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. തിരുത്തലുകൾക്ക് വിധേയപ്പെടാൻ മനസ്സുള്ളവനോട് ദൈവം വീണ്ടും വീണ്ടും ഇടപെടുത്തുമല്ലോ. അതുകൊണ്ട് തിരുത്തലുകൾക്ക് വിധേയപ്പെടാനായിട്ടുള്ള തിരുത്തലുകൾ വേണ്ടാത്ത ആരും ഈ ലോകത്തില്ല. ഉണ്ടോ? തിരുത്തലുകൾ വേണ്ടാത്ത ഒരു മനുഷ്യൻ പോലും ഇവിടെയില്ല. പക്ഷേ തിരുത്തലുകൾക്ക് വിധേയപ്പെടുക എന്നുള്ളത് ഒരു വലിയ എളിമയാണ്. ദൈവമേ തിരുത്തലുകൾക്ക് വിധേയപ്പെടാൻ, തിരുത്താൻ ചിലപ്പം ദൈവം ഉപയോഗിക്കുന്നത് ദൈവദാസന്മാരെ ആയിരിക്കാം, പ്രായമുള്ളവരെ ആയിരിക്കാം. നമ്മൾ പോലും അറിയത്തില്ല ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് തിരുത്തൽ പ്രക്രിയക്ക് വേണ്ടി ദൈവം ഇടപെടുന്നത്. നമ്മൾ ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെയൊക്കെ ദൈവം നമ്മളോടിങ്ങനെ ഇടപെടുവാൻ തുടങ്ങും. ആരുടെയൊക്കെയാണ് പറയുന്നത് പോലും നമുക്കറിയത്തില്ല. അറിയോ, ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു 2-3 വർഷം മുമ്പ് രാവിലെ വെറുതെ ഒന്ന് നടക്കാൻ പോയതാണ്. ഒത്തിരി നാളില്ലാതെ ഒരാവശ്യമുണ്ട്, ഒരു വീട്ടിൽ കയറണം, എന്നാൽ പിന്നെ നടന്നേക്കാം. അപ്പോൾ ഇങ്ങനെ രാവിലെ നടക്കാൻ പോവുകയാണ്, ഫോണൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു 10-85 വയസ്സുള്ള യോക്കാബക്കാരൻ അപ്പച്ചൻ. ഇടയ്ക്ക് പുള്ളി നല്ലപോലെ ഇച്ചിരി അടിക്കുന്ന അപ്പച്ചനാണെന്ന് എനിക്കറിയാം. അപ്പച്ചൻ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ ഒരു കാരണവരാണ്, നാട്ടിലെ പ്രായമുള്ള ഒരാളാണ്. അപ്പച്ചൻ ഇങ്ങനെ രാവിലെ തന്നെ ചാരകസര ഇരിപ്പുണ്ട് സിറ്റ് ഔട്ടിൽ. നടക്കുന്ന കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെ പോവാടാ മക്കളെ? വെറുതെ അപ്പച്ചൻ നടക്കാൻ ഇറങ്ങിയ. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പപ്പായിക്ക് എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നല്ല ക്ഷീണമാണ്, വീട്ടിൽ തന്നെയാണ്, അധികം എങ്ങും പോകുന്നില്ല, ഇപ്പോൾ ക്ഷീണിതനാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ലോകം മുഴുവൻ പ്രസംഗിച്ച് കിടങ്ങാൻ സുഖത്തിൽ പോത്തില്ലടാ, അതുകൊണ്ട് കുറേ ദിവസം ഇരുന്ന് അപ്പനെ ശുശ്രൂഷിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. പറഞ്ഞ കേട്ടോടാ? കേട്ടു. ഇച്ചിരി അടിക്കുന്ന അപ്പച്ചനാണെങ്കിലും കർത്താവ് ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കാണ് നമ്മളോട് ഓരോ കാര്യം പറയാൻ വേണ്ടി. അപ്പം ദൈവം ഇതുവഴി ഇടപെടും നമുക്കറിയത്തില്ല. തമ്പുരാൻ ഇടപെടുന്ന എല്ലാ മേഖലകളെയും ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയും തിരുത്താൻ വേണ്ടിയും തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇടയാക്കി. അപ്പോൾ കരമുയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞേ, ദൈവമായ കർത്താവേ, തിരുത്തലുകൾക്കെല്ലാം വിധേയപ്പെടാനായിട്ടുള്ള ഒരു കൃപ തരണമേ. അങ്ങനെ ഈ കുടുംബം പാപത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണും. അവിടെ വീഴ്ച അവിടെ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞാണ് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർക്ക് 2 മക്കളുണ്ടാകും, കായീനും ഹാബേലും. കായീനും ഹാബേലും 2 മക്കളുണ്ടാകും. ഈ മക്കൾ ചരിത്രം ഒരു വല്ലാത്ത വിഷമത്തിലേക്ക് പോവുകയാണ്. കായീനും ഹാബേലും കൂടി ഇങ്ങനെ യാഗം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. യാഗം കഴിക്കാൻ പോകുമ്പം ഹാബേൽ കായീൻ്റെ കൂടി ഇങ്ങനെ പോവുകയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്ന ഒരിടമാണ് സഹോദരങ്ങൾ തമ്മിൽ പോകുന്ന ഒരിടം, അല്ലേ? അത് ഭയങ്കര ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു ലോകമാണ്. പക്ഷെ അവിടെ ഏറ്റവും വലിയൊരു അപകടം അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ കായീനും ആബേലും കൂടെ യാഗം കഴിക്കാൻ പോകുന്നതും അത് കഴിഞ്ഞ് അവർ വരുന്നത് കൊല്ലപ്പെടുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ചിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കാരണം ഈ അനിയൻ ചേട്ടൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കയ്യെ പിടിച്ചുകൊണ്ടൊക്കെ പോയി യാഗം കഴിക്കുന്നു. യാഗം കഴിച്ച് കഴിഞ്ഞപ്പോൾ അനിയനിൽ പ്രസാദിച്ചു, ചേട്ടനിൽ പ്രസാദിച്ചില്ല. ചേട്ടനിലാണ്, ആ വ്യക്തിയിലാണ് പ്രസാദിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അനിയനെ കയർക്കുകയാണ്, കോപിക്കുന്നു, കയർക്കുന്നു. അവസാനം എന്ത് ചെയ്തു? കൊലപാതകത്തിലേക്ക് അത് എത്തുകയാണ്. കാരണം കണ്ടത് കമ്പാരിസനാണ്. ചേട്ടൻ അനിയനെ കമ്പയർ ചെയ്തു. അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, എൻ്റെ യാഗത്തിൽ എന്ത് ചെയ്തില്ല? പ്രസാദിച്ചു. ഈ കമ്പാരിസൺ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയത് അസൂയയാണ്. ചേട്ടന് അനിയനോട് എന്ത് തോന്നി? അസൂയ തോന്നി. അസൂയ എന്നൊരു പദം അവിടെ കാണുന്നില്ല, പക്ഷേ അസൂയയാണ് അവിടെ തോന്നുന്നത്. അസൂയ തോന്നിയത് കൊണ്ട് ആ അസൂയ നാളെ അടുത്ത നിമിഷം എന്തായിട്ട് മാറി? കോപമായിട്ട് മാറി. കോപം പിന്നെ എന്തായി? കൊലപാതകമായി. അപ്പോൾ എല്ലാ മനുഷ്യനെയും തകർക്കുന്ന ഒരു വലിയ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മളീ പോകുന്ന വഴിക്ക് ആരും തന്നെ ഒരു വലിയ കല്ലെ തട്ടി വീണിട്ടില്ല. വീണിട്ടുള്ളതെല്ലാം തന്നെ കൊച്ചു മിറ്റിലെ തട്ടിയാണ് വീഴുന്നത്, അല്ലെങ്കിൽ ഒരു കൊച്ചു കയറെ തട്ടിയാണ് വീഴുന്നത്. മനുഷ്യനെ ഇങ്ങനെ തകർക്കാനായിട്ട് ഇങ്ങനെ ഇടയാക്കുന്ന ഒത്തിരി മേഖലയാണ്. ഇവിടെ അസൂയയാണ് അതിൻ്റെ കാരണം. പക്ഷേ വേദപുസ്തകത്തിൽ അസൂയ എന്ന് പറയുന്ന
ഒരു പദം പിന്നെ നമ്മൾ കാണുന്നത് ഇസ്ഹാക്കിൻ്റെ ചരിത്രത്തിലാണ്. ഇസ്ഹാക്ക് ആ ആണ്ടി വിതച്ചു, ഭയങ്കര വിളവൊക്കെ കിട്ടി. അപ്പം ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നിയെന്ന് കാണുന്നു. പിന്നെ വേറൊരാൾക്ക് അസൂയ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. യാക്കോബിന് ലേയയും റാഹേലും ഉണ്ട്. ലേയ പ്രസവിച്ചു, റാഹേൽ പ്രസവിച്ചില്ല. റാഹേലിന് ലേയോട് എന്ത് തോന്നി? അസൂയ തോന്നി. പിന്നെ യോസഫിനെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇളയ മോനായതുകൊണ്ട്. അവനൊരു അങ്കിയൊക്കെ മേടിച്ചു കൊടുത്തു. അവൻ 2 സ്വപ്നം കണ്ടു. ചേട്ടന്മാർക്ക് അവനോട് എന്ത് തോന്നി? അസൂയ തോന്നി. പിന്നെ അസൂയയുടെ ഒരു ലോകം കാണുന്നത് ദാവീദിൻ്റെ ഒക്കെ ചരിത്രത്തിലാണ്. ദാവീദ് ഇങ്ങനെ കൊച്ചി ഇറക്കാൻ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു രാജാവ് വന്നിട്ട്, ഒരു വലിയ മല്ലം വന്നിട്ട് രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല അതിനോട് പ്രതികരിക്കാൻ. ഒരു പരിധിവരെ അവനെ വെല്ലുവിളിക്കുമ്പോൾ അത് പ്രതികരിച്ചില്ലെങ്കിൽ രാജാവിനാണ് ക്ഷീണം. കാരണം രാജ്യത്തെ രക്ഷിക്കാനാണ് രാജാവ് ഭരിക്കുന്നത്. രാജാവാണ് രാജ്യത്തെ രക്ഷിക്കേണ്ടത്. രാജാവിൻ്റെ യുദ്ധത്തിൽ ജയിച്ചാൽ അത് രാജാവിൻ്റെ കിരീടത്തിൽ കിട്ടുന്ന ഒരു പൊൻതൂവിലാണ്. അപ്പം രാജാവ് യുദ്ധം ചെയ്തേ ഒക്കത്തുള്ളൂ. പക്ഷേ യുദ്ധം ചെയ്യാൻ ധൈര്യമില്ല, അത്ര എതിരായാണ് ശക്തൻ. ഈ രാജാവിൻ്റെ മാനം കാക്കാൻ വേണ്ടി ഒരു കൊച്ചൻ കയറി വന്നു. പേര് ദാവീദാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവനെ പടച്ചട്ടയൊക്കെ എണീച്ചു. അവൻ പറഞ്ഞു, എനിക്ക് പടച്ചട്ടയൊന്നും വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവനൊരു കൊച്ചു കല്ലൊക്കെ പറക്കി ചെന്ന് ഈ ഫലസ്തീനെ തകർക്കുകയാണ്. തകർത്തൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ തലയൊക്കെ ആയിട്ട് വന്നപ്പോൾ പാവം കുറേ സഹോദരിമാർ ഇന്നൊരു പാട്ട് പാടി. ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. 1000 10,000 തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? 0 ഉള്ളൂ. ഒരു 0 മാറ്റിയാൽ 1000 10,000 തമ്മിൽ എന്തില്ല? വ്യത്യാസമില്ല. 0 മാത്രം എടുത്താൽ 0-ന് എന്തുമില്ല, വിലയുമില്ല. പക്ഷേ ഒരു 0 മൂലം ശൗലിന് ദാവീദിനോട് എന്തു തുടങ്ങി? അസൂയ എന്നല്ല, വേദോസ് അവിടെ നമ്മുടെ മലയാളം വേദോസ് എഴുതിയേക്കുന്നത് കണ്ണുകടി തുടങ്ങി. ഈ കണ്ണുകടി തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ഒരു ദുരാത്മാവ് ആരെ വ്യാപരിച്ചു? ശൗലിനെ വ്യാപരിച്ചു. പിന്നെ അവനത് ആത്മഹത്യയിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവമേ, ഈ സഹോദരന്മാരെ തമ്മിൽ അകറ്റിയ, ചേട്ടത്തിയനിത്യന്മാരെ തമ്മിൽ അകറ്റിയ ഈ അസൂയയുടെ വ്യാപാരത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അസൂയ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കമ്പാരിസണിൽ നിന്നാണ്. കമ്പാരിസൺ അസൂയയാകാം, അസൂയ കോപമാകും, കോപം എന്താകും? കൊലപാതകമാണ്. പുതിയ നിയമത്തിൽ വരുമ്പം കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഒരു വാക്ക് കൊണ്ട് പോലും ഒരാളെ മുറിച്ചാൽ അത് പുതിയ നിയമത്തിൽ എന്തായി? കൊലപാതകമായി. അത് കാരണം മനുഷ്യർക്കെതിരെ ചെയ്യുന്ന പാപമാണ്. ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് ഈ ശബത്ത് ലംഘിക്കുന്നതൊക്കെ. ശബത്ത് ലംഘിച്ചതൊക്കെ ദൈവം വളരെ കൂളായിട്ടാണ് കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ അപ്പം ദാവീദ് കാഴ്ചയപ്പം എടുത്ത് കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് എനിക്കെതിരെയുള്ള പാപമാണ്, ഞാൻ ക്ഷമിച്ചേക്കാം. പക്ഷേ ഒരു വാക്കുകൊണ്ട് ഒരാളെ മുറിക്കുന്നത് മനുഷ്യർക്കെതിരെയുള്ള പാപമായതുകൊണ്ട് അതൊരിക്കലും ദൈവം പൊറുക്കത്തില്ല. ദൈവം പറയുകയാണ്, അഗ്നിനരകത്തിന് വരെ അവർ യോഗ്യരായിട്ട് മാറും. അപ്പം ഇവിടെ ഈ അസൂയയുടെ ആ ഒരു വ്യാപാരമാണ് ഇവരെയെല്ലാം തകർക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ ഉള്ള അസൂയ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഈ ഒരു ഭയങ്കര ബന്ധനം ഉണ്ടായിരുന്നു. കാരണം വേറൊരാൾ പ്രസംഗിക്കുമ്പം എനിക്ക് അംഗീകരിക്കാൻ, സന്തോഷിക്കാൻ ഭയങ്കര പാടായിരുന്നു. അന്ന് കർത്താവിന് അതുപോലെ തന്നെ എൻ്റെ സഭയിൽ ഞങ്ങളുടെ ഒരു ശൈശവദശയിൽ തന്നെ നിരവധി തവണ വന്ന് ശുശ്രൂഷിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കർത്താവനദാസൻ ജെയിംസ് ജോർജ് പാസ്റ്റർ. അദ്ദേഹം പിന്നെ അത് അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞ് യൂഷ്വൽ ആ ഒരു ബന്ധം കുറഞ്ഞു എങ്കിൽ പോലും ഞങ്ങളുടെ ആ ശൈശവദശയിൽ നിരന്തരമായിട്ട് അവിടുത്തെ ഒരു സാന്നിധ്യമായിരുന്നു ആ ദൈവദാസൻ. ആ പ്രസംഗങ്ങളൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം അത് പറഞ്ഞ. അപ്പോൾ മറ്റൊരു സഭയിൽ കുറേ സ്നാനമൊക്കെ നടക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പ്രവാചകൻ വന്നിട്ട് എന്നോട് സംസാരിച്ചു, അപ്പുറത്തെ സഭയിൽ സ്നാനം നടക്കുമ്പോൾ നീ സന്തോഷിച്ചാലേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോഴും 100% മാറിയെന്ന് ഞാൻ അവകാശപ്പെടാൻ ഒക്കത്തില്ല. എങ്കിലും കുറേയെങ്കിലും മാറ്റം വന്നപ്പം എനിക്കും ഒരു സ്പേസ് ദൈവം തരാൻ തുടങ്ങി. അപ്പം നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. എല്ലാവരുടെയും ഉയർച്ചയിൽ സന്തോഷിച്ചാൽ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരും. എന്നാൽ നമുക്ക് വേറൊരു എളുപ്പമുള്ളൊരു കാര്യമുണ്ട്. ഒരാളുടെ ഭർത്താവ് മരിച്ചു പോയാൽ എല്ലാ സഹോദരിമാരും കരയും. കാരണം നമ്മൾ ഈസിയാണ് ദുഃഖത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പക്ഷേ വലിയ പാടാണ് സന്തോഷിക്കാൻ. ഞാനൊരിക്കലും ഒത്തിരി എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു നല്ല വീട് വെച്ചാൽ, ആരെങ്കിലും ഒരു നല്ല കാറ് മേടിച്ചാൽ ഉടനെ പറയുകയാണ് നിത്യത പോകാതിരിക്കുന്നവർക്ക് ഇത് വല്ലതും വേണോ? സത്യത്തിൽ നിത്യതയുടെ പ്രശ്നമാണോ അസൂയാണോ? നിത്യത നമ്മൾ അവരങ്ങ് സ്വർഗത്തിൽ പോകാതിരിക്കുന്നവരാന്ന് കണ്ടില്ല. സ്വർഗത്തിൽ പോകാതിരിക്കുന്നതല്ല, നമുക്ക് കിട്ടിയാൽ മേടിക്കുന്നില്ലേ? അപ്പം നമ്മുടെ പ്രശ്നം നിത്യതയൊന്നും അല്ല, പിന്നെന്താണ്? അസൂയാണ്. ഈ നല്ല വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാതെ ഇങ്ങനെ പോയിട്ട് നഖം കൊണ്ടാണെങ്കിലും ഒന്ന് പോറിയിട്ട് പോകുന്നു. ഒറ്റ കാര്യം, അകത്തെന്തോ ഇരിപ്പുണ്ട്, അസൂയ. അതെല്ലാം സഹിക്കുക. ഈ കീ ചെയിൻ കൊണ്ടോ താക്കോല് കൊണ്ടൊക്കെ പോറുന്ന കാണും. അത് ഭയങ്കര കഷ്ടമാണ്. ഞാനൊരു പുത്തൻ വണ്ടിയായിട്ട് സ്കൂട്ടർ എടുത്തു. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരു കല്ലുകൊണ്ട് അകത്ത് ഒരു വരച്ചു. ഞാൻ അവൻ്റെ കയ്യെ കയറി ഇങ്ങനെ പിടിച്ച്, എന്താ ഇവിടെ കാണിച്ചു? എടാ കണ്ണ് കിട്ടാതിരിക്കാൻ ചെയ്താന്ന് പറഞ്ഞു.
സ്കൂട്ടറിന് പുത്തൻ വണ്ടി കണ്ണ് കെട്ടാതിരിക്കാൻ ചെയ്തതാണ്, കണ്ണ് കടികൊണ്ട് ചെയ്തതാണ്, കണ്ണ് കടികൊണ്ട് ചെയ്ത്. അപ്പം ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവമേ, അസൂയയുടെ പോയി ഇതൊരു ആത്മീയ സംഘമല്ലേ, പേര് ഭയങ്കര പാടാണ് ഇതിന് കോർഡിനേറ്റ് ചെയ്യാൻ. അല്ല, അവരോട് ചോദിച്ചാൽ മതി. ഇവരൊക്കെ ഇത്രയും പേരേ ഉള്ളൂ. ഒരു 10-20 പിള്ളേരെയൊക്കെ നിർത്തി കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. ഒരേ ഡ്രസ്സൊക്കെ ഇടണം, ഇവരെ ഒരേ നീളത്തിലൊക്കെ നിർത്തണം, വലിയ പാടാണ്. പിച്ച് ഒന്നാകണം. ഒരാൾ പ്രാക്ടീസിന് വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. പ്രാക്ടീസിന് വരുന്നവരെ കേട്ടത്തുള്ളൂ, വന്നില്ല കേട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഫ്ലെക്സിബിൾ ആയേ ഒക്കത്തുള്ളൂ. അല്ല പിന്നെ നാളെ പാട്ടേ കാണത്തുള്ളൂ, പാട്ട് കഴിഞ്ഞ് സഭ കാണത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മളിവരെ എല്ലാം കൂടെ കയർത്തി സ്വരമുള്ളവരെയും സ്വരം ഇല്ലാത്തവരും എല്ലാം കയറി ഒരു തരത്തിൽ അവർ പാട്ടൊക്കെ പഠിച്ച് എന്തൊരു പാടാണ്. പാട്ടെല്ലാം പഠിച്ചെല്ലാം പാടാൻ തുടങ്ങി കഴിയുമ്പോൾ അച്ഛൻ അവിടെ തുടങ്ങും. 1968 പാട്ട് എന്തായിരുന്നു? അന്നൊരു പാട്ടിങ്ങോട്ട് പാടിയാൽ എന്തായിരുന്നു? ഇപ്പം കണ്ടോ, ആർക്കും അറിയാൻ വയ്യാത്തൊരു പാട്ടുമായിട്ട് കയറി ഇവയൊക്കെ ആ അച്ഛനെ രസം ശരിയാക്കാൻ ഒറ്റ വഴിയുണ്ട്. അച്ഛൻ്റെ കൊച്ചിനെ പാട്ടിനകത്ത് ഇന്നലെ അച്ഛൻ കൈയടിച്ച് ആരാധിക്കുന്ന കാണത്തില്ല. അപ്പോൾ തന്നെ അച്ഛനിങ്ങനെ ആത്മാവിൽ ആരാധിക്കും. എന്തോ ഒരു കൊയറായിരുന്നു. കൊയറിൻ്റെ കുഴപ്പമല്ല, അച്ഛൻ്റെ കുഴപ്പമല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം അകത്ത് എന്തോ ഇരിപ്പുണ്ട്, അസൂയ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധനം മാറിയാൽ നമ്മളെ ദൈവം എന്നെ കർത്താവ് പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. നമ്മളെ ഉയർത്താൻ ഒരു വഴിയുണ്ട്. എല്ലാവരുടെയും ഉയർച്ചയിൽ ഹൃദയംഗമായിട്ട് സന്തോഷിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തിക്കോളും. ഒരു കുഞ്ഞിന് നല്ലൊരു മാർക്ക് കിട്ടി. എല്ലാവർക്കും മാർക്ക് കിട്ടുന്നത് കാരണം എല്ലാവരുടെയും IQ ഒന്നല്ല. ചിലർ ഭയങ്കര മിടുക്കലായിരിക്കും, എല്ലാത്തിനും A+ ഒക്കെ കിട്ടും. അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യണ്ട. കാരണം എല്ലാവരും A+ കിട്ടിയാൽ ഈ ലോകം എന്തായിരിക്കും. പക്ഷേ ഈ A+ കിട്ടാത്തവരും മിടുക്കലായിരിക്കും. അല്ലേ 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 എൻ്റെ ഒരുമാതിരി പഠിക്കുന്ന ഒരു മോനുണ്ട്. ഒരു മോൻ അത്ര വലിയ പഠിക്കുമൊന്നുമില്ല. നമുക്കൊരു സങ്കടമാണ് അവൻ പഠിക്കാൻ, നമുക്കങ്ങ് വിഷമമാണ് എങ്ങനെ. പക്ഷേ എൻ്റെ വൈഫിൻ്റെ പപ്പായും മമ്മിയും കിടന്ന മുറിക്കകത്ത് അകത്തുനിന്ന് ലോക്കായിപ്പോയി. A+ കിട്ടാത്ത എൻ്റെ മോനാണത് തുറന്നത്. A+ കിട്ടിയവൻ ആശാരിയെ വിളിച്ചപ്പോഴത്തേന് അവനത് തുറന്നു, സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി A+കാരൻ ചത്താൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ മിടുക്കനെ അന്നേരം ഒരു കാർ. അപ്പോൾ ഇവനും ഒരു സ്പേസ് ഉണ്ടെന്നേ, അവനെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യട്ടെ, സ്തോത്രം ചെയ്യണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാലും ഒരു കുഞ്ഞ് നല്ല മാർക്ക് മേടിക്കുമ്പോൾ നമുക്കൊന്ന് സന്തോഷിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കൊച്ചിനെയും ദൈവം എന്തെങ്കിലുമൊക്കെ ആക്കിക്കോളും, ദൈവം അങ്ങ് ഉയർത്തിക്കോളും. അപ്പോൾ എല്ലാവരുടെയും ഉയർച്ചയെ സന്തോഷിക്കുക, എല്ലാവരുടെയും ദുഃഖത്തിൽ കർത്താവിനോട് കരയുക. ഇത് രണ്ടും ഒരു ജീവിതശൈലിയാക്കിയാൽ, അതിനൊരു ഹൃദയവിശാലത നമുക്ക് തമ്പുരാനിൽ നിന്ന് പ്രാപിച്ചാൽ നമ്മളറിയാതെ ദൈവം നമ്മളെ ഇങ്ങനെ ഉയർത്താനായിട്ട് തുടങ്ങും. അപ്പം നമുക്ക് ആ ഒരു ബന്ധനം ഭയങ്കര ഒരു മേഖലയാണ്. അത് അസൂയയാണ്. ആ അസൂയയുടെ കമ്പാരിസണിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവം അയച്ചു ഒരു ദുരാത്മാവ് ആരെ വ്യാപരിച്ചു, ശൗലിനെ വ്യാപരിച്ചു എന്ന് കാണുന്നുണ്ട്. കർത്താവിനോട് ഹൃദയംഗമായിട്ട് എത്ര പേരെന്ന് രാത്രി പ്രാർത്ഥിക്കും, ദൈവമേ ഇത് എൻ്റെ ഒരു പ്രശ്നമാണെന്നോ. ഏറ്റവും രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴി സെൽഫ് റിയലൈസേഷനാണ്. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടത്തില്ലേ? രക്ഷപ്പെടും. കർത്താവെ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് കർത്താവെ, എല്ലാവരുടെയും ദുഃഖം എൻ്റെ ദുഃഖമാണ്, പക്ഷേ എല്ലാവരുടെയും സന്തോഷത്തിൽ അങ്ങോട്ട് ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കാനായിട്ട് ഒക്കുന്നില്ല. പക്ഷേ കർത്താവ് അത് കാണുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പുറത്ത് യേശു ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും അവൻ്റെ ശിഷ്യരെല്ലാം അവിടെ ചേരുന്നു എന്ന് കേട്ടപ്പോഴും അവനോ വളരട്ടെ ഞാനോ കുറയട്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മൾ അവരെയൊക്കെ ഓർക്കുന്നത്. കരമുയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ എൻ്റെ അകത്ത് ഇന്നും വ്യാപരിക്കുന്ന, നമ്മളെ കർത്താവിൽ പുതുസൃഷ്ടിയായിട്ട് പോലും നമുക്ക് പൂർണ്ണമായും മോചനം ലഭിക്കാത്ത, എന്നാൽ നമ്മുടെ ഉയർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന ഈ ഒരു മാരക ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. അവിടെ ആ കെട്ട് പൊട്ടിയാൽ 100% ഉറപ്പാണ്, അതെൻ്റെ ശുശ്രൂഷയുടെ ബോധ്യമാണ്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തോടുള്ള എൻ്റെ പ്രാഗൽഭ്യമാണ്. ആ ബന്ധനം പൊട്ടിയാൽ നമ്മുടെ ജീവിതത്തിലെ പല കെട്ടുകൾ വഴിയും, നമ്മുടെ ജീവിതത്തിലെ ഊരാക്കുടുക്കുകളിൽ ദൈവം നമ്മളെ വിടുവിക്കും. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില മേഖലകൾക്ക് നിന്ന് തമ്പുരാൻ നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരും. കർത്താവെ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഹൃദയംഗമായി അങ്ങനെ ഒരു വിടുതൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഈ പ്രാരംഭ ദിവസത്തിൻ്റെ ആ മണിക്കൂറുകളിൽ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്
അപ്പാ എനിക്ക് ആ വിഷയം ആവശ്യമുണ്ട്, എല്ലാവരുടെയും സന്തോഷത്തിൽ എനിക്ക് സന്തോഷിക്കാനുള്ള അത് ഹൃദയംഗമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തവരാരും പ്രാർത്ഥിക്കേണ്ട, പക്ഷെ പ്രശ്നം ഉണ്ടെന്ന് അകത്തെങ്കിലും തോന്നുന്നവരൊക്കെ കർത്താവിനോട് ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഒക്കെങ്കിൽ ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ സമയത്ത് തന്നെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിടുതലുകളില്ലാത്ത ചില മേഖലകൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ വലിയൊരു വെളിച്ചമടിക്കും, ദൈവത്തിൻ്റെ ഒരു പ്രകാശം വ്യാപരിക്കും, ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യാപരിക്കും. പ്രത്യേകിച്ച് മറ്റു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അമ്മേ നിൻ്റെ കുഞ്ഞിനെ ദൈവം ഉയർത്തും, നിൻ്റെ കുഞ്ഞിനെ ഉയർത്തും. മറ്റൊരു കുഞ്ഞിൻ്റെ ആ തളർച്ചയിൽ നീ ഹൃദയം കൊണ്ട് വ്യസനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ ഹൃദയം വിശാലപ്പെട്ടാൽ ദൈവം നമുക്കൊരു വിശാലത തരും. ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറിയാൽ വീടിൻ്റെ ഇടുക്കങ്ങൾ മാറും, ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറിയാൽ സഭയുടെ ഇടുക്കങ്ങൾ മാറും, ഹൃദയത്തിൻ്റെ ഇടുക്കങ്ങൾ മാറിയാൽ ശുശ്രൂഷയുടെ ഇടുക്കങ്ങൾ മാറും. യേശുവേ, ഇടുക്കം എൻ്റെ ഹൃദയത്തിലാണ്, ഇന്ന് രാത്രി എൻ്റെ ഹൃദയം നിൻ്റെ ഇഷ്ടത്തിലൊന്ന് വിശാലപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ആ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ആ ബന്ധനത്തെ കർത്താവ് അഴിച്ചു മാറ്റട്ടെ. അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രക്തത്തിലൂടെ ജീനിലൂടെ മനുഷ്യസഹജമായി വീഴ്ചയുടെ ഫലമായി വന്നു കയറി സ്ഥലം കിട്ടാതെ വരുമ്പോൾ അടുത്ത ചെറുപടകളെ നിറയ്ക്കും. അപ്പോൾ ഒരു വലിയ സഭ ദേശത്തുണ്ടായാൽ 100% ഉറപ്പ് ആ പ്രദേശത്തുള്ള ചെറുപടകളെ കൂടെ നിറയ്ക്കും ദൈവം. അപ്പോൾ അതിൻ്റെ വളർച്ച നമ്മുടെ വളർച്ചയാണ്, അതിൻ്റെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ്, ആ ദൈവദാസൻ്റെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ്, ആ സഭയുടെ അനുഗ്രഹം നമ്മുടെ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ദൈവമേ എന്നെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ എനിക്കൊരു മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ ഏതൊക്കെയോ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും, ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങും, ദൈവം ചില കെട്ടുകളെ അഴിക്കാൻ തുടങ്ങും, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അത് ഇടയായിത്തീരും. കരങ്ങളടിച്ച് എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് എന്നെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലൊരു വാക്കാണ്. യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒത്തിരി പേര് വന്നപ്പോൾ ആ സംഭവം എല്ലാവർക്കും അറിയാം. യേശുവിൻ്റെ അടുക്കൽ ഒത്തിരി പേര് വന്നപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഒരാൾ ശിഷ്യൻ വന്ന് പറഞ്ഞു, ഇത്രയും പേർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെങ്കിൽ ഇത്ര പണം വേണം, 200 അല്ലേ പണം വേണം. അപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും. കർത്താവ് അതെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുകയാണ്. അത് 5000 പേർക്ക് അപ്പമായിട്ട് മാറി, 5000 പുരുഷന്മാർ ഭക്ഷിച്ചു. പക്ഷേ എനിക്ക് അവിടെ ദൈവം എന്നോട് ഇടപെട്ട ഒരു ഭാഗമുണ്ട്. ഈ കുഞ്ഞിനെ അവിടേക്ക് വിടുകയാണ് ഒരമ്മ 5 അപ്പവും 2 മീനുമായിട്ട്. 100% ഉറപ്പാണ് അതൊരു എൻ്റെ ഇന്നത്തെ ഭാഷയിൽ അത് മിക്കവാറും അവധി ദിവസമായിരിക്കും. ഇവൻ മൊണ്ണയുമായിരിക്കും. മിടുക്കനായിരുന്നെങ്കിൽ അവൻ ബ്രില്യൻ്റിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയേനെ. ബ്രില്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവനെ എവിടെ വിട്ടത്? ഈ യോഗത്തിന് വിട്ടത്. ഞങ്ങൾ ഈ VBS നടത്താറുണ്ട്. VBS കേരളം കണ്ട എൻ്റെ ഒരു ചിന്തയിൽ ഏറ്റവും വലിയ VBSകൾ നടത്തിയെന്നുള്ളത് ഞങ്ങളാണെന്നാണ് എൻ്റെ ചിന്ത. ഏതാണ്ട് 2000 പരം അടുത്ത മക്കളെയും കൊണ്ട് റാലിയൊക്കെ നടത്താൻ എളിയവന് ദൈവം ഭയങ്കര ടെൻഷൻ പിടിച്ച പണിയാണ്. നമ്മളങ്ങ് ഇല്ലാതായിപ്പോൾ. അപ്പം ഞങ്ങൾ തീരുമാനിച്ച് ഇനി ഈ പരിപാടി വയ്യാതെ അതുപോലെ തലയിങ്ങനെ പൊട്ടിപ്പോകുന്നൊരു പരിപാടിയത്. ഇതുങ്ങളെല്ലാം കാക്കിരി പൂക്കിരി പോലെ ഒത്തിരി എണ്ണം വരും. തെക്കോട്ട് പോകാൻ പറയുമ്പോൾ വടക്കോട്ട് പോകും, വടക്കോട്ട് കയറുന്നവരെ തെക്കോട്ട് പോകും. ഇതുങ്ങളെല്ലാം വീട്ടിലെത്തിക്കണ്ട, ഇല്ലെങ്കിൽ മട്ടുമാറത്തില്ല. എല്ലാ പിള്ളേരും പോയാൽ മുട്ടയിൽ നിൽക്കും. ഞങ്ങൾ 5-6 പേര് 5 മണി വരെ. കാരണം 5 മണി വരെ ഫോൺ വന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എല്ലാവരും വീട്ടിൽ ചെന്നെന്നാണ്. അതിനു മുമ്പ് ഏതായാലും ഫോൺ വരും. ആ ഒരു ഗ്യാപ്പിൽ ദൂരത്താണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് VBS ഒക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുക അക്രൈസ്തവരായ അമ്മമാരാണ്. അവർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററേ VBS ഇല്ല, എന്നെ ഭയങ്കര സാമ്പത്തിക ചെലവും കഷ്ടപ്പാടും ടെൻഷനും, അതുകൊണ്ട് നിർത്തി. അങ്ങനെയല്ല പാസ്റ്റേ, നമുക്ക് നടത്തണം, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, നടത്തണം എന്ന് പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിക്കുക. ഇത് VBSനോടുള്ള സന്തോഷം കൊണ്ട് തന്നെയൊന്നുമല്ല. ഈ അവധിക്ക് ഇതുങ്ങളെ താങ്ങുന്നത് എങ്ങനെയാണ്? 2 മാസം കൊണ്ട് വീടെടുത്ത് തിരിച്ചു വെക്കും. അങ്ങനെ ഒരിക്കലും വാർത്ത കേട്ടു, അവിടെ VBS രാവിലെ വണ്ടി വരും, പറക്കിയിടും, ഇവിടെ ഇറക്കിയിട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭാഷന്മാരൊക്കെ VBS നടത്തിയ പിറ്റേ ദിവസം ഇവരാരും വരത്തില്ല. അതിന് നല്ല പിള്ളേരുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പച്ചന്മാരോട് പറയും, നിങ്ങൾ ആ വഴിക്കോട്ട് പോകരുത്, കാരണം അവരുടെ ആത്മീയതയ്ക്ക് ഇത് ചേരത്തില്ല. ഇത് എന്തതിശയമേ പാടിയ നാളെ പിള്ളേർ വരത്തില്ല. അത് പിന്നെന്തോ അവരുടെ പാട്ടുകളുണ്ട്, അത് പാടിക്കോട്ടെ, അപ്പച്ചൻ അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അവരിപ്പുറത്തിരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിള്ളേർ ചാടിക്കും, കൂട്ടുകാരെ എന്തോ
ആർ യു റെഡി? ഓക്കെ, കമോൺ എവരിബഡി. ടാ ടാ ടാ, അടി പിടി ചാട്ടം ബഹളം, തുള്ളിച്ച് ചാടിച്ച്, ഇടയ്ക്കൊരു പപ്സും സ്ക്വാഷും. ഇതെല്ലാം കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ വീട്ടിൽ ചെന്നാൽ ഒറ്റ ഉറക്കം, പിറ്റേ ദിവസം എഴുന്നേക്കത്തുള്ളൂ. ഒറ്റ ആഴ്ച പോയി കിട്ടും. അതുകൊണ്ടാണ് ഇതുങ്ങളെയൊക്കെ പുറക്കി ഇവിടെ വിടുന്നത്, BBC വിടുന്നത്. പക്ഷേ ഒരു കാര്യമാണ്, ഇങ്ങനെ വിട്ട ഒരുവനെ കർത്താവ് കണ്ടിട്ട് അവനെ എടുത്തങ്ങ് പൊലിപ്പിച്ചു. അവനെന്തായി? എൻ്റെ ഭാഷയിൽ ഒരു 5000 പേരുള്ള സഭയുടെ പാസ്റ്ററായി. അവനെ അവനെ സഹോദരന്മാരെക്കാൾ ദൈവം മാനിച്ചെങ്കിൽ അവനെ അങ്ങനെ എല്ലാ മക്കളെയും എൻട്രൻസിന് വിട്ടപ്പോൾ, എൻട്രൻസിന് കൊള്ളാത്ത, അതിൻ്റെ ക്വാളിഫൈഡ് എക്സാമിന് ചേരാത്ത, സ്കൂളിൽ പോലും വേണ്ടെന്ന് പറഞ്ഞവനെ പൊതിയും കിട്ടി ഇങ്ങോട്ട് വിട്ടെങ്കിൽ, വിട്ടത് ഇവൻ്റെ അടുക്കലാണെങ്കിൽ അവനതിനെ കണ്ടെത്തിയിരിക്കും, അവനതിനെ എടുത്ത് വർദ്ധിപ്പിക്കും. ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആദ്യ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കായിനും ആബേലും ഇങ്ങനെ പോകുകയാണ്. ആ ഭാഗം ഇങ്ങനെ ദൈവന്മാവെന്നെ ഇന്ന് ഒന്ന് വഴി മാറ്റി വിട്ടു. പക്ഷെ ആ ഭാഗം എന്നെ ഇങ്ങനെ വല്ലാതെ കരയിപ്പിക്കാറുണ്ട്. അനിയനിങ്ങനെ ചേട്ടൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ ചേട്ടൻ്റെ രൂപം അങ്ങ് വല്ലാതെ മാറി. ചേട്ടൻ അനിയനെ കൊല്ലുകയാണ്. ഒരു കൊലപാതകൻ്റെ ഭാവം ആ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ ഇന്ന് ഓർത്തൊരു കാര്യമുണ്ട്, അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ അത് പ്രസംഗിച്ചാണ് ഒരിടത്ത്. എനിക്ക് പത്തനാപുരം ആ റോട്ടിൽ വെച്ച് കുറേ നാൾക്ക് മുമ്പുണ്ടായ ഒരു വല്ലാത്ത ദുരന്ത അനുഭവമുണ്ട്. ഏകദേശം ഒരു 1-2 വർഷത്തിന് മുമ്പായിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഈ പത്തനാപുരത്തു നിന്ന് ഇങ്ങനെ പുല്ലൂർ റൂട്ടിൽ ഇങ്ങനെ വരികയാണ്, വണ്ടിയെ വരുന്നു. പെട്ടെന്ന് ആ റോഡ് ബ്ലോക്ക് ആകുന്നു. ഞാൻ കാണുന്നു ഒരു ബൈക്ക്, ഒരു സ്കൂട്ടറിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ 2 പിള്ളേരിങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്, ഒരു വണ്ടി ബൈക്കിൽ. അപ്പോൾ അവർ വന്നിട്ട് ഒരു വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് റോഡ് ബ്ലോക്കാക്കി, ഒരു ക്വാളിസ് വണ്ടിയെ ബ്ലോക്കാക്കിയിട്ട് അവർ ആ ഡോർ ഇങ്ങോട്ട് വലിച്ച് തുറന്നിട്ട് അതിനായിട്ട് ഫ്രണ്ടിൽ 2 ചെറുപ്പക്കാരുണ്ട്, അവരെ തല്ലി ചതയ്ക്കുകയാണ്. ആ സീറ്റിനിടക്കിട്ട് ചവിട്ടി അതിലൊരുത്തനെ വലിച്ച് നിലത്തിട്ടു. അവൻ ഓടി മേളിലൊരു വീട്ടിൽ കയറി. ആ വീട്ടിലൊരു സ്ത്രീകൾ തന്നെയുള്ളതെന്ന് തോന്നുന്നു. ഇവൻ പുറകെ ഓടി ആ വീടിനകത്തുനിന്ന് അവനെ വലിച്ചിറക്കി ചവിട്ടി തിരിച്ചു കൊണ്ടുവന്ന് ഡോറ് തുറന്ന് ചവിട്ടി ഇതിനകത്ത് കയറ്റിയിട്ട് ആ വണ്ടിയുടെ താക്കോൽ ഇങ്ങോട്ട് ഊരിയിട്ട് ഒറ്റ കുത്ത്, തല ഇങ്ങനെ പൊട്ടിപ്പൊളന്ന് വരികയാണ്. ഇത് കണ്ടിട്ട് എൻ്റെ രക്തം തിളയ്ക്കുകയാണ്. എനിക്ക് ഇച്ചിരി പാടാണ് ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ. അപ്പം ഞാൻ എൻ്റെ വണ്ടി വരികയാണ്. എൻ്റെ കൂടെ കുറേ സഹോദരന്മാരുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തിന് ഏതോ ഒരു വഴി തിരുവനന്തപുരത്തും കണ്ട് പോകാം, എളുപ്പത്തിന് ഇങ്ങനെ വന്നാണ്. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പോയി. ഞാൻ പതുക്കെ ഇറങ്ങി നടക്കുകയാണ്. ഇത് പിടിച്ച് മാറ്റണ്ടേ, കുറേ നേരമായിട്ട് നിൽക്കാൻ തുടങ്ങും, മനുഷ്യനല്ലേ. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ള പറഞ്ഞ അച്ഛാ പോലെ ഞാൻ പറഞ്ഞ് ഇത് കണ്ടോണ്ട് നിൽക്കാൻ നോക്കുമോ. ഞാൻ പതുക്കെ മുണ്ടൊക്കെ മുടക്കി കുത്തി മരം പിടിച്ച് മാറ്റണം. ഇത് തല്ലിക്കൊന്നേ പോയി, നമ്മുടെ കണ്ണിന് വിട്ട് 2 ഇടത്തേക്ക് തല്ലിക്കൊല്ലു. അങ്ങനെ പോയപ്പോൾ ഒരു ഇസ്ലാം സഹോദരനാണെന്ന് തോന്നുന്നു, നിസ്കാരത്തിൽ ആ ഒരു ചിന്ത മത ഉണ്ടല്ലോ ചെല്ലാറ്, അദ്ദേഹം എന്നെ വിളിച്ച് വെച്ച് എവിടെ പോവാ. ഞാൻ പറഞ്ഞ് പിടിച്ചു മാറ്റാൻ പോവാ. പൊന്നു സുഹൃത്ത്, ഈ കൂടെ ഇരിക്കുന്ന ആരാ? എൻ്റെ കൂടെ നല്ല പിള്ളേരുണ്ട്, നല്ല തടിമുടുക്കുള്ള പിള്ളേർ, നമ്മുടെ പിള്ളേർ സഹോദരന്മാരാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലൊക്കെയുള്ള കൂട്ടുകാരൊക്കെയാണ്, കൂടപ്പുറപ്പുമല്ല ഉണ്ടോ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ പിടിച്ചു മാറ്റാൻ പോകരുത്. അമ്മമാർ ചാകാൻ നിൽക്കുക, അമ്മക്ക് ഭ്രാന്ത കൊണ്ടാൻ നിൽക്കുക. തന്നെ അടിച്ച് നിവൃത്തിയില്ല വന്ന ഈ കൂടപ്പുറപ്പുകൾ, ഈ കൂട്ടുകാർ വണ്ടി എടുത്തുകൊണ്ട് സ്ഥലം വിടും, താൻ ചത്തുപോകും. തൻ്റെ കൂടെ ഞാൻ വരത്തില്ല, കാരണം താൻ എൻ്റെ ആരുമല്ല, താനോടും ഞാനും ഓടും. എടോ പിടിച്ചു മാറ്റാൻ പോവുകയാണെങ്കിൽ സഹോദരങ്ങളുണ്ടല്ലോ പോകാം, ഇല്ല തല്ലി കിട്ടുന്നു, അമ്മമാരെല്ലാം ഇട്ടേച്ചു. അതൊരു പരമാർത്ഥമല്ലേ? കൂടപ്പുറപ്പാണെങ്കിൽ തല്ലിയാലും ചത്താലും എന്ത് ചെയ്യത്തില്ല, നല്ല കൂടപ്പുറപ്പാണെങ്കിൽ ചത്താലും ഇട്ടേച്ച് പോകത്തില്ല, പരമാർത്ഥമാണ്. എൻ്റെ അപ്പൻ്റെ ഞങ്ങളുടെ വീട്ടുകാരിങ്ങനെ കുട്ടിയുടെ ലോകത്തൂടെ പോയൊരു മനുഷ്യന്. അപ്പനും അപ്പൻ്റെ ചേട്ടനും ഒക്കെ ഭയങ്കര വെള്ളമടിയായിരുന്നു കേട്ടിട്ടുണ്ട്. എനിക്കത്ര ഓർമ്മയില്ലത്. പക്ഷെ അപ്പോൾ നല്ല കായവരമുള്ളവരായിരുന്നു 2 പേരും. അപ്പോൾ അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പറയാറുണ്ട്. ഇവരെല്ലാം കൂടെ കുടിക്കാൻ പോകും, കൂട്ടുകാരുമായിട്ട് ജീപ്പ് പിടിച്ച് ഓരോ സ്ഥലത്ത് പോകുമ്പം ഇവർ തമ്മിലൊരു ധാരണയുണ്ട്. ഒരു ദിവസം അനിയൻ കുടിച്ചാൽ അന്ന് ചേട്ടൻ കുടിക്കത്തില്ല, പിറ്റേ ദിവസം ചേട്ടൻ കുടിച്ചാൽ അന്ന് അനിയനെ കുടിപ്പിക്കത്തില്ല. എന്തിനാന്ന് ചോദിച്ചാൽ ഒരാൾ കുടിച്ച് ഓഫായാൽ ഷാപ്പിൽ അടിയുണ്ടാക്കും, ഷാപ്പിൽ അടിയുണ്ടായാൽ ഷാപ്പുകാർ പിന്നെ എടുത്തിട്ട് അടിക്കും. പക്ഷെ ഒറ്റ ഒരുത്തം കുടിക്കാതിരുന്നാൽ ചേട്ടനെ അനിയനെ എടുത്തുകൊണ്ട് പോരും. അപ്പോൾ ഒരാൾ കുടിക്കത്തില്ല, ഒരാളുടെ ജോലിയാണ് കുടിച്ചവൻ ഓഫാകുന്നവനെ മറ്റുള്ളവർ അടിക്കാൻ പോകും. അപ്പോൾ അതിനുണ്ട് ഷാപ്പ് മുഴുവൻ ഇളകി നടന്നിട്ടും ഒറ്റയ്ക്ക് നിൽക്കും, കാരണം അനിയനെ തൊടാതെ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവരും. ഇത് ചേട്ടനും അനിയനുമാണ്. പക്ഷേ ഇവിടെ കണ്ടോ, ഈ ചേട്ടൻ ആരെ കൊല്ലുകയാണ്, അനിയനെ കൊല്ലുകയാണ്. ഈ സഹോദരന്മാരങ്ങ് ശത്രുക്കളായി. ഒറ്റക്കാരിയാണ്. ഈ അപ്പനും അമ്മയും പരസ്പരം പോരടിച്ചു, അവരങ്ങ് അകന്നു. ഇവരെല്ലാം അകതാൻ ഒറ്റ കാര്യം, ഇവരെല്ലാം ആരിൽ നിന്ന് അകന്നു? ദൈവത്തിൽ നിന്ന്. അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നതാണ് മനുഷ്യൻ്റെ പ്രശ്നം.
ദൈവത്തോടുള്ള ബന്ധം ശരിയായ എല്ലാം എന്താകും ശരിയാകും. അവരകലാൻ കാര്യം അവർ ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. കരമുയർത്തി, ദൈവമേ, എൻ്റെ എല്ലാ ബന്ധങ്ങളിലേക്കും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരും. കരമുയർത്തി പ്രാർത്ഥിക്കണം തോന്നുന്നവർ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ എല്ലാ ബന്ധങ്ങളും ശരിയാകണം. കുറച്ചുകൂടെ നടക്കണം. അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം, മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള ബന്ധം, നാത്തൂനും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, ഇതെല്ലാം ശരിയാകാൻ ഒരു വഴി ശരിയാക്കുന്ന ദൈവ സാന്നിധ്യം ഇങ്ങനെ വ്യാപരിക്കണം. ശരിയാക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് എൻ്റെ വീട്ടിൽ അകന്നിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് നിൻ്റെ സാന്നിധ്യം ഇറങ്ങണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. കുറച്ചുകൂടെ അടുക്കുവാൻ, കുറച്ചുകൂടെ സ്നേഹിക്കുവാൻ ഈ കുഞ്ഞായുസിൽ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ, അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്കത് വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിട്ടില്ല. അങ്ങനെ ഈ കായിന് അനിയനെയൊക്കെ നശിപ്പിക്കുക. അത് കഴിഞ്ഞപ്പം കായിന് വിവാഹം കഴിച്ചതായിട്ട് 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കായിൻ തൻ്റെ ഭാര്യയിൽ കായിനൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിന് അവൻ എന്തെന്ന് പേരിട്ടു? ഹാനോക്ക് എന്ന് പേരിട്ടു. അപ്പോൾ അപ്പൻ്റെ ഒരു ആഗ്രഹം, ഈ കൊച്ചനല്ലേ, അനിയനൊക്കെ ഇല്ലാതെ പോയതല്ലേ, ഇവൻ്റെ എങ്കിലും പേര് നിലനിൽക്കണം. അതിനുവേണ്ടി കായിനൊരു കാര്യം ചെയ്തു. അവൻ്റെ പേരിലൊരു പട്ടണം പണിതിട്ട് ആ പട്ടണത്തിന് എന്തെന്ന് പേരിട്ടു? ഹാനോക്ക് എന്ന് പേരിട്ടു. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. പക്ഷേ ഒരു കാര്യമാണ്, അവൻ ഒരു പട്ടണം പണിത് ഹാനോക്കെന്ന് പേരിട്ടു. ഹാനോക്കിന് പക്ഷേ ഒരു മകൻ്റെ പേരിൽ ഒരു പട്ടണം പണിതു. നമ്മൾ ചിലപ്പോൾ മക്കളുടെ പേരിൽ പട്ടണമൊന്നും പണിതില്ലെങ്കിലും വീട് പണി, എന്നിട്ട് ഗേറ്റിൽ അവരുടെ പേരെഴുതും. ഇതൊന്നുമില്ലാത്തവർ ഒരു വണ്ടിയിൽ പേരെഴുതും. ഇതൊന്നുമില്ലാത്ത പാവം പിടിച്ചവൻ ഓട്ടോയിലാണെങ്കിലും അവൻ്റെ പിള്ളേരുടെ എന്ത് എഴുതും? പേരെഴുതും. ഒറ്റ കാര്യമാണ്, ഈ കായിൻ്റെ ഒരു ചിന്തയാണ്, എൻ്റെ കൊച്ചിൻ്റെ പേരെന്ത് ചെയ്യണം? നിലനിൽക്കണം. 15 വർഷമുള്ള വണ്ടിയുടെ ആയുസ്, അത്രയെങ്കിലും ആട്ടെ, അത്രയും നാളും എൻ്റെ കൊച്ചൻ്റെ പേര് അവിടെ ഇരിക്കട്ടെ. ഒരു സന്തോഷമാണ്. അമ്മു എന്നൊക്കെ എഴുതി ഓട്ടോ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഓർത്തണം ഒക്കെ കാര്യം, ഈ മക്കളുടെ പേര് നിലനിർത്താൻ കായും കാണിച്ചതുപോലെ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ ആ പേര് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഓർക്കുന്നില്ല. എന്താ കാര്യം? ഈ പേരിടാൻ നമ്മൾ നിലനിർത്താൻ നോക്കിയാൽ നിലനിൽക്കത്തില്ല. എന്നാൽ നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. അപ്പം പേര് നിലനിർത്തുന്നത് ദൈവമാണ്. അങ്ങനെ ആ ഹാനോക്കിനെ നമ്മൾ ഓർക്കുന്നില്ല. എന്നാൽ 5-ാം അധ്യായത്തിൽ നമ്മളൊരു ഹാനോക്കിനെ കാണുന്നുണ്ട്. അത് 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹിനെ ജനിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. ആ ഹാനോക്കിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദം മുതൽ 7-ാമനായ ഹാനോക്ക്. എന്നിട്ട് ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, പ്രവചിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ വാക്യം ഈ വാക്യമായിട്ട് ക്ലബ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഹാനോക്ക് ആരായിരുന്നു? പ്രവാചകനായിരുന്നു. ഉറക്കെ പറഞ്ഞേ, ഹാനോക്ക് ആരായിരുന്നു? പ്രവാചകൻ. എന്താണ് ഹാനോക്ക് പ്രവചിച്ചത്? ഞാൻ അതിനകത്ത് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹിനെ ജനിപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ, 65 വയസ്സായപ്പോൾ ആരെ ജനിപ്പിച്ചു? മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് ആരുടെ കൂടെ നടന്നു? ദൈവത്തോട് കൂടാണ്. അപ്പോൾ അതുവരെ ഹാനോക്ക് ഒരു കാഷ്വൽ ലൈഫായിരുന്നു, ഒരു നോർമൽ മാൻ. അവനിങ്ങനെ ഒരു സ്വാഭാവിക മനുഷ്യനായി ജീവിച്ചു. പക്ഷെ അവനൊരു വലിയ മാറ്റം ഉണ്ടായി. അതോടുകൂടി അപ്പനായതോടുകൂടി അവൻ എന്ത് ചെയ്തു? മാറി. അപ്പോൾ ഇതൊരു അറിവാണ്. ഒരപ്പനും ജനിപ്പിച്ചത് കൊണ്ട് അപ്പനാകത്തില്ല, മാറ്റം ഉണ്ടായാലേ ദൈവസന്നിധിയിൽ അപ്പനാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റം ആർക്കുണ്ടായി? ഹാനോക്കിനുണ്ടായി. ഈ മോൻ ജനിച്ചതോടുകൂടി അവൻ മാറാൻ തുടങ്ങി. എന്താണ് ആ മാറ്റം? മെഥൂശലഹ, ആ വാക്കൊരു പ്രവചനമാണ്. അതിൻ്റെ അർത്ഥം when he dies it shall be sent. അവൻ മരിച്ചു കഴിയുമ്പോൾ എന്തോ ഒന്ന് എന്ത് ചെയ്യും? സംഭവിക്കും. അതുകൊണ്ട് ഈ അപ്പൻ സ്വാഭാവികമായിട്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കൊച്ചൻ എന്ത് ചെയ്യാൻ പാടില്ല? മരിക്കാൻ പാടില്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ട്, തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്തു പോകും? മരിച്ചു പോകും. ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എത്ര ദിവസം പോലെ? 1000. അങ്ങനെയാണ് 1000 സംവത്സരമേ ഉള്ളൂ ദൈവം അനുവദിച്ചത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ച ഒരാൾ, നമ്മൾ ബൈബിൾ ക്വിസിനൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. ആരാണ്? മെഥൂശലഹ. അയാൾ 969 വർഷം ജീവിച്ചു. 969 വർഷം ജീവിക്കാൻ കാര്യം ഒരു പക്ഷേ ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥനയായിരിക്കും. അപ്പച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കൊച്ചൻ ചാകാൻ പാടില്ല, ചത്താൽ ചിലപ്പോൾ എന്തോ ഒന്ന് എന്ത് ചെയ്യും? സംഭവിക്കും. അപ്പോൾ ഈ അപ്പൻ്റെ പ്രാർത്ഥന മോൻ്റെ എന്തിനെ കൂട്ടി? ആയുസിനെ കൂട്ടി. ആയുസ് ഇങ്ങനെ കൂടി വന്നു. ചുരുക്കത്തിൽ അകാലത്തിൽ അവൻ മരിച്ചില്ല. അതിനുവേണ്ടി ആര് വില കൊടുത്തു?
ഹാനോക്ക് വില കൊടുത്തു. ഹാനോക്ക് ഇങ്ങനെ മക്കൾക്ക് വേണ്ടി എന്തോ അറിവിൽ തലതല്ലി പ്രാർത്ഥിച്ചു കാണും. പ്രാർത്ഥിച്ച് 300 വർഷം പ്രാർത്ഥിച്ച്. ഈ വാക്യമുണ്ട്, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം, മാംസമൊക്കെ ജഡമുള്ളതും സ്വർഗരാജ്യമാകാൻ അക്കത്തില്ലല്ലോ. പക്ഷേ ഈ 300 വർഷത്തെ പ്രാർത്ഥന അവൻ്റെ ജഡീകതയെ മുഴുവൻ ഇങ്ങനെ ഊറ്റിക്കാണും. അതിങ്ങനെ മാറിയിപ്പം കർത്താവ് പറഞ്ഞു, ഇനി നീ ഇവിടെ ഇരിക്കാനുള്ളവനല്ല, എൻ്റെ അടുക്ക പോരാനുള്ളവനാ, നീ ഇങ്ങനെ പോരാൻ പറഞ്ഞു കാണും. അപ്പോൾ ഒരു കാര്യമാണ്, ചില മുറിവുകളൊക്കെ നമുക്ക് നല്ലതാണ്. ഈ തലതല്ലി കരയുമ്പോൾ വിഷയങ്ങൾക്ക് മാത്രമല്ല വിടുതലുണ്ടാകുന്നത്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പോകാൻ തടസ്സമായിട്ടുള്ള സകല ജഡീകതകളെയും ഇങ്ങനെ അതുകൊണ്ടാണ് ബ്ലസമ്മേമനെ പാടുന്നൊരു പാട്ടുണ്ട്, എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായി നാഥ നിനക്ക് നന്ദി. എന്താ ഈ തലതല്ലി കരയുമ്പോൾ, നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ വ്യത്യാസം നമുക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ രൂപാന്തരം ഹാനോക്കിനുണ്ടായി. 300 വർഷം പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ കാണുന്നുണ്ട്, ഈ മെഥൂശലഹ് എത്ര വർഷം ജീവിച്ചു? 969 വർഷം ജീവിച്ചു. നമുക്കവിടെ ഒരു കണക്ക് കാണുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തിൽ 5-ന്റെ മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ, അപ്പം 969 നിന്ന് 187 കുറയ്ക്കുക. 187 കുറച്ചാൽ ഒരു വർഷം കിട്ടും. അത് 782. ഇനിയും 28 കാണുന്നുണ്ട്, ലാമക്കിന് 182 വയസ്സായപ്പോൾ. അപ്പം വീണ്ടും 782 നിന്ന് 182 കുറയ്ക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. അതെത്രയാണ്? 600 അല്ലേ? 782 182 കുറച്ച് എത്ര കിട്ടി? 600 കിട്ടി. ഈ 600 ഒരു പ്രത്യേകത 7-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ഭൂമിയിൽ എന്ത് തുടങ്ങി? ജലപ്രളയം തുടങ്ങി. അപ്പം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങിയപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായി? 600 വയസ്സായി. മെഥൂശലഹിന് അപ്പോൾ എത്ര വയസ്സായി? 187. 182 കൂട്ടിയാൽ 969. ആ വർഷം ആര് മരിച്ചു? മെഥൂശലഹ് മരിച്ചു. മെഥൂശലഹ് മരിച്ചപ്പോൾ ഭൂമിയിൽ എന്ത് തുടങ്ങി? ജലപ്രളയം തുടങ്ങി. ഭൂമി ജലപ്രളയം തുടങ്ങി. ഇത് ഒരാൾ അറിഞ്ഞു. ആരറിഞ്ഞു? ഹാനോക്ക് അറിഞ്ഞു. എത്ര വർഷം മുമ്പ് അറിഞ്ഞു? ഇദ്ദേഹക്ക് അതിനത്രയും വർഷം മുമ്പ് അറിഞ്ഞു. അവൻ 65 വയസ്സ്, അതായത് ഏതാണ്ട് 969 വർഷം മുമ്പ് ഈ മനുഷ്യൻ ഇത് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഈ ഹാനോക്കിനോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഒരു 3 തലമുറയ്ക്കകത്ത് സംഭവിക്കാൻ പോകുന്ന, 3 അല്ലല്ലോ, മെഥൂശലഹ്, ലാമക്ക്, നോഹയുടെ പിള്ളേർ, അങ്ങനെ വലിയൊരു സംഭവത്തെ ഈ അപ്പൻ അറിഞ്ഞു, ഈ വല്യപ്പൻ അറിഞ്ഞു. എന്നിട്ട് 300 വർഷം പ്രാർത്ഥിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ഗുണമുണ്ടായി. പാപം പെരുകി, ദൈവം കോപം വന്നിട്ട് ലോകത്തെ നശിപ്പിക്കുമ്പോൾ ഈ വല്യപ്പൻ്റെ കൊച്ചുമക്കളെ ദൈവം സംരക്ഷിക്കാൻ കാര്യം ഒരു വല്യപ്പൻ്റെ കരച്ചിലാണ്. ആ വല്യപ്പൻ 300 വർഷം കരഞ്ഞതുകൊണ്ട് ഉലകം മുഴുവൻ നശിച്ചപ്പോഴും ഈ കരഞ്ഞവൻ്റെ മക്കളെ ദൈവം സൂക്ഷിച്ചു. 300 വർഷം മുമ്പ് കരഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 600 വർഷം ഈ കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എങ്കിൽ പോലും, ഇല്ലേ? 300 വർഷം, 300-നും 969. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 669 വർഷം കഴിഞ്ഞാണ് വെള്ളപ്പൊക്കം താൻ മരിച്ചു കഴിഞ്ഞുണ്ടാകുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണീരും പ്രാർത്ഥനയും കർത്താവിൻ്റെ തുരുത്തിയിലുള്ളത് കൊണ്ട് അതിങ്ങനെ ദൈവം പ്രിസർവ് ചെയ്ത് വെച്ചു. ഒരു 4 തലമുറയ്ക്കകത്ത് ദൈവം അവിടെ വിടുതൽ കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്നെ വല്ലാതെ പീഡിപ്പിച്ചൊരു വാക്കുണ്ട്, ഹാനോക്ക് ഒരു 4 തലമുറയ്ക്കകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം അറിഞ്ഞിട്ട് അവൻ ദൈവസന്നിധി ഇരുന്നു. എന്നെ ദൈവം അവിടെ പഠിപ്പിച്ച ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ വീടിൻ്റെ പ്രവാചകരായിട്ട് മാറണം. പ്രവചനം ഒരു ഓഫീസാണ്. അപ്പോസ്തലന്മാരെ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ എന്നൊക്കെ പറയുന്ന ഒരു ഫൈവ്ഫോൾഡ് മിനിസ്ട്രിക്കകത്തെ ഒരു ഓഫീസാണ് പ്രവചനം. എന്നാൽ മറ്റൊരു പ്രവചനമുണ്ട്, വീടിൻ്റെ പ്രവചനം. ഈ വീടിൻ്റെ പ്രവചനം ഓരോരുത്തർക്കും ദൈവം ഒരു ഓഫീസ് കൊടുക്കും. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവ പദ്ധതിയുണ്ട്. അപ്പനായാൽ അമ്മയായാൽ എൻ്റെ വീട്ടിൽ അറിയാൻ പോകുന്ന, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവെ നാട്ടുകാർ പറഞ്ഞല്ല നമ്മൾ അറിയേണ്ടത്, അധ്യാപകർ പറഞ്ഞല്ല നമ്മൾ അറിയേണ്ടത്, ഫോണിൽ വന്നു കഴിഞ്ഞല്ല നമ്മൾ അറിയേണ്ടത്. അതിനു മുമ്പ് അറിയാനുള്ളൊരു കൃപ പ്രാപിച്ചാൽ അത് പ്രാർത്ഥനാ മുറിയിൽ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തലതല്ലി കരഞ്ഞാൽ അത് നാളെ ആരും അറിയാതെ നമ്മുടെ അനുഭവമാക്കി ദൈവം മാറ്റാൻ കഴിയും. എത്ര പേര് രാത്രി അങ്ങനെ ഒരു തലത്തിൽ എന്നെ, അത് കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യമാണ്. അപ്പം തന്നെ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സഭയിൽ ഒരു ദൈവദാസനുണ്ടെങ്കിൽ ആ സഭയിലെ വിവരങ്ങളെ ദൈവം മറ്റാരെയുമല്ല
വീണ് കിടക്കുന്ന ഒരു ദൈവദാസനുണ്ടെങ്കിൽ തന്നെ അറിയിക്കാതെ അതിനകത്തൊരു ഈച്ച കിടക്കാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, ഹാനോക്കിനെ പോലെ ദൈവസന്നിധി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാഷ്വൽ അപ്പനാണ്, ഞാനൊരു കാഷ്വൽ അമ്മയാണ്. രാവിലെ അവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷന് വിടുന്നുണ്ട്. അത് നോർമൽ അമ്മയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ അമ്മയും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ പിള്ളേരോടൊക്കെ പറയും, ഇടി ഞാൻ നിന്നെ ജനിപ്പിച്ചില്ലേ, ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലെന്നൊക്കെ ചോദിച്ചാൽ അതെൻ്റെ കുറ്റമല്ലല്ലോ, നിങ്ങളുടെ ജോലിയല്ലേ എന്ന് പറയും. നോർമൽ അമ്മ ഇത് ചെയ്യണം. എന്നാൽ ഒരു ആത്മീയ അമ്മയ്ക്ക് അതിനപ്പുറത്തൊരു ജോലിയുണ്ട്. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ എൻ്റെ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുകയാണ്. മുൻകൂട്ടി അറിഞ്ഞ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ് എളിവരായ ഞങ്ങളൊക്കെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു. ഒരു 5, 6, ഒരു 7-8 വയസ്സ് ആ ഒരു പ്രായമൊക്കെ കാണും. ആ ഒരു പ്രായത്തിനകത്ത് ഈ എളിവൻ വല്ലാതെ ദുരുപയോഗപ്പെട്ട ഒരു ബാല്യകാലം എൻ്റെ ജീവിതത്തിലുണ്ട്. ഹോമോസെക്ഷൽ സ്വർഗ ആ ഒരു അനുഭവങ്ങളിലെ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തിയ ഒരു ബാല്യകാലമുണ്ട്. പക്ഷേ അത് ആരോടും പറയത്തില്ല, അതിൻ്റെ അറിവില്ല കുഞ്ഞു മനസ്സ്. പക്ഷേ ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയോട് ദൈവാത്മാവ് വിഷയം പറഞ്ഞിട്ട് അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, മക്കൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ചതും അതിനകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നതും കൊണ്ടാണ് ഇന്ന് പ്രാഗൽഭ്യത്തോടൊക്കെ നിൽക്കാനൊത്തത്. പക്ഷെ അത് ആരും അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അമ്മയോട് കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥനാ മുറി പറഞ്ഞത് കൊണ്ടാണ് എളിയവൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ വീടിൻ്റെ അറിവുകളെ, എൻ്റെ മക്കളുടെ അറിവുകളെ ഇന്ന് രാത്രി കർത്താവ് എനിക്ക് തന്നിട്ട് ഒരു ഹാനോക്കിനെ പോലെ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. ഈ അറിവൊരു പ്രവാചകനാണ് ദൈവം കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ പറയും, ഈ ഒരു വിഷയത്തിന് വേണ്ടി 3 ദിവസം പ്രാർത്ഥന വെക്കണം. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന് അത്രയേ ഒക്കത്തുള്ളൂ. 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയേ ഒക്കത്തുള്ളൂ. അദ്ദേഹത്തിന് അടുത്ത സ്ഥലത്ത് പോകണം, മാക്സിമം 3 ദിവസം. അല്ലെങ്കിൽ പറയും, എനിക്ക് സമയമില്ല, 1 ദിവസം വേണേ വരാം. 1 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോകും. എന്നാൽ ഒരു അപ്പനാണെങ്കിൽ അങ്ങേർക്ക് അങ്ങനെ പോകാനൊക്കത്തില്ല. അങ്ങനെ പോകാതെ തമ്പുരാൻ്റെ അടുക്ക ഇരിക്കും. ഇതാണ് അപ്പനും ഈ പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം. അത് ഓഫീസാണ്, ഇത് അപ്പനാണ്. ഇന്ന് രാത്രി എൻ്റെ കർത്താവേ, എന്നെ അപ്പനാക്കണമേ. എവിടെ? തിരുഹിതത്തിൻ്റെ നിർണയത്തിലുള്ള ഒരു അപ്പനാക്കി. ഞാനും ഇത് പേടിയോടാണ് പ്രസംഗിക്കുന്നത്. കാരണം ഒരു 5 മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നവനാണ് ഞാൻ. അതല്ലാതെ 100-150 മക്കൾ എൻ്റെ സഭയിലുള്ളപ്പോൾ അവിടെ എല്ലാം ഒരു പിതൃത്വത്തിൻ്റെ അവകാശം ദൈവം എനിക്ക് സ്പിരിച്വലി തന്നിട്ടുള്ളത് കൊണ്ട് വല്ലാതെ പേടിയോടെ ഞാനിത് പറയുമ്പോൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ലല്ലോ. തമ്പുരാനേ, ഇന്ന് രാത്രി അറിവുകൾ തരണമേ, മുന്നറിവുകൾ തരണമേ എന്ന് എത്ര പേർ ഹൃദയം. അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം, കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യം. മുന്നറിവുള്ള അപ്പനുണ്ടാകണം, മുന്നറിവുള്ള അമ്മയുണ്ടാകണം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഉടുപ്പിന് ഉടുപ്പ് കൊടുക്കുന്നുണ്ട്, വസ്ത്രത്തിന് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയുള്ള അറിവുകൾ നമുക്കുണ്ട്. ഏത് കോഴ്സ് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുണ്ടെന്നുള്ള അറിവുണ്ട്. അതിനുവേണ്ടി ഏറ്റവും ഇറങ്ങി വരുമ്പോൾ ആ സമയത്ത് എത്ര പേർ ഈ കോഴ്സ് പാസ്സായെന്ന് വരെ അറിയാവുന്നവരുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞാണ്, ഫാമിലി പഠിക്കുന്ന എൻ്റെ കുഞ്ഞ് ഇപ്പം പറഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര ഫാമിലി എന്നൊക്കെ പറഞ്ഞ കൃത്യം കണക്കുകൾ വരെ ഉള്ളവരുണ്ട്. എന്നാൽ ഈ അറിവുണ്ടോ? ഈ മുന്നറിവുള്ളവനാണ് അപ്പനാകാൻ കഴിവ്. ഈ മുന്നറിവ് എങ്ങനെ കിട്ടും? അതിനൊറ്റ കഴിവ്. ആ മുന്നറിവ് കിട്ടിയവൻ നാളെ കാശിലായിട്ട് നടക്കത്തില്ല. അവൻ 11:30 സഭായോഗത്തിന് വന്നിട്ട് 12 മണിക്ക് എഴുന്നേറ്റ് പോകത്തില്ല. അവൻ ദൈവസന്ധി ഇങ്ങനെ ഇരിക്കുക. എന്താ കാര്യ? അവൻ അപ്പനാണ്, അമ്മയാണ്, മുന്നറിവുള്ളവ. ഈ രാത്രി ആ മുന്നറിവ് എത്ര പേർ പ്രാർത്ഥിക്കുക? ആ മുന്നറിവുള്ള ഹാനോക്കുമാറായി മാറുക. ഒരു മുന്നറിവ് ദൈവം തരാൻ പോകുകയാണ്. ആ മുന്നറിവ് പ്രാപിക്കാൻ വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെന്ന നിലയിൽ എൻ്റെ സഭയുടെ മുന്നറിവുകളെ എനിക്ക് തരണമെന്ന് എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? ആ മുന്നറിവ് കിട്ടിയവനാണ് ശുശ്രൂഷകൻ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ദൈവസഭയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ.